കണ്ടത്തിനോട് പറയുമ്പോൾ വെക്കക്കൂണ്ടന് വെക്കക്കൂനാണ്. വക്കിക്കൂനൊന്നുമല്ല, ശരിക്കും ഒറിജിനൽ കൂനല്ല. വക്കിക്കൂന് ചെറുതല്ലേ? അല്ല, വെക്കക്കൂനാണ്. ഇന്നല്ല കേട്ടാ, കടിക്കുക. ഇതിന് ചുറ്റോട് ചുറ്റും കടിക്കുക. നമ്മുടെ കോഴിക്കൂട് കേട്ടോ. കോഴിനെ തുറന്നു വിടുന്ന അച്ഛനാണ്. അച്ഛൻ്റെ ഡെയിലി റുട്ടീനാണ്. നീ ചാറൊന്ന് മോന്തി നോക്കട്ടെ. അമ്മ മോന്തി ചെയ്തു. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. അച്ഛമ്മ ഇങ്ങനെ ചോറിനുമ്പോ എപ്പോഴും അമ്പാടിക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ട്. ഗുഡ് മോർണിംഗ്. ഞാൻ ഉറങ്ങി എണീറ്റുള്ളൂ, തലയൊക്കെ ചെയ്യട്ടെ. സോ ഞാൻ ഡെയിലി എൻ്റെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഡെയിലി ലൈഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇതാണ് പിന്നെ രാവിലത്തെ ചായ കുടി. ഞാൻ നേരത്തെ കുടിച്ചു, ഇത് അമ്മ കുടിക്കാൻ പോവാം. അമ്മ ഇങ്ങനെ ആസ്വദിച്ച് ചായ കുടിക്കുകയാണ്. വല്ലപ്പോഴും പാലും പാൽ ചായ കാണിക്കുമ്പോൾ വല്ലപ്പോഴും കൂടെ പാലും മേടിക്കും കേട്ടോ, അല്ലെങ്കിൽ കട്ടൻ കാപ്പിയാ വെല്ലോട്ട് വയ്ക്കും അല്ലേ? അമ്മ എവിടേക്ക് പോകാൻ? അമ്മ എവിടേക്കാണ് പോകണമോ? രാവിലെ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നടാനൊക്കെ പോയി അമ്മ പോകാൻ നിൽക്കണം, അമ്മയായിട്ടും കൂടി പോകാൻ നിൽക്കുക. അങ്ങനെ നമ്മൾ ടിവു എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അമ്പാടി എണീറ്റില്ല. ചായ കുടിച്ചാ? ചായ തരാൻ അമ്മയോട്. ടിവുവിൻ്റെ ഉറക്കക്ഷീണം ശരിയായിട്ടില്ല, അതാണ് ഞെളിയണത്. രാവിലെ മീൻ വന്നിട്ട് മീൻ മേടിക്കാൻ പോവാണ്. 1 കിലോ എടുത്താൽ മതി കേട്ടോ. നമ്മൾ അന്ന് എടുത്താൽ സെയിം മീൻ തന്നെ എടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കൊണ്ടുവരുന്ന മീൻ മിഠായി അത്രേ ഉള്ളൂ. ആര് കൊണ്ടുവരണോ, വില കുറഞ്ഞ് കൊണ്ടുവരണ അങ്ങനെയല്ല. ഇവിടെ പോട്ടയുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. ഇതിൽ വെക്കണം, അത് തന്നെ. അമ്മ ആ കണ്ടത്ത് പോയിരിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ മീൻ മേടിച്ചിരിക്കുകയാണ്. അമ്മ വന്നിട്ട് മിക്കവാറും ചിലപ്പോൾ വഴക്ക് പറയും. കാരണം ഇത് നന്നാക്കണ്ടേ, നീ സമയം എടുക്കും. എന്താണെന്നറിയില്ല. അമ്മ വന്നിട്ട് അമ്മൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇവിടെ നമ്മുടെ ട്യൂബ് തുപ്പിക്കൂട്ടിയിട്ടുണ്ട്. ബ്രഷിങ് ആണ്. മീശ വരച്ച പോലെ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് തേക്ക് വല്ല തേക്ക്. അമ്പാടെ വന്നില്ല. തലേന്ദ്രം കുളിക്കുന്നത്. ചായയും ബിസ്ക്കറ്റും ഇപ്പുറത്തെ റിമോട്ടും പിടിച്ച് നിൽക്കുന്നത് ട്യൂബ്. ഇതാണ് ഇവിടെ രാവിലത്തെ പരിപാടി. പിന്നെ മെയിനായിട്ട് ഇതവിടെ ടി വി ഇടുള്ളൂ. കാർട്ടൂൺ. ഇപ്പോൾ വെറും കാർട്ടൂൺ. ഏതാണ് നിൻ്റെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ? ഓഗി അല്ലെങ്കിൽ ബാലവീർ. ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ. ഞാനേ ഈ ഒരു ചെടി വലിക്കുകയാണ്. എന്തിനാണെന്നുള്ളത് കാണിച്ചു കേട്ടോ. അയ്യോ, വേപ്പൻ കോല്. ഇതിങ്ങനെ പൊട്ടിക്കുക കേട്ടോ. തോലിങ്ങനെ കളയാം. തിന്നല്ല കേട്ടാ, കടിക്കുക. ഇതിന് ചുറ്റോട് ചുറ്റും കടിക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പഞ്ഞു പോലെ ആക്കുക. ആയില്ല. എന്നിട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് ഇതുകൊണ്ട് ബ്രഷ് ചെയ്യുക. നല്ല മെഡിസിനാണ്. പല്ലിനൊക്കെ നല്ല ബലം കിട്ടും. ഇതൊക്കെയാണ് പണ്ട് എൻ്റെയൊക്കെ 5, 6, 7, 8, 3, 10ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ്. രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോഴൊക്കെയല്ല ബ്രഷിൽ ആൾക്കാർ ചെയ്യുന്നത്. ട്യൂബ് രാവിലെ ബ്രഷിലാണ് പല്ല് വെച്ചത്. നമ്മളങ്ങനെയൊന്നുമല്ല പണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മെഡിസിനാണ്. പല്ലൊക്കെ ഭയങ്കര സ്ട്രോങ് ആവും. അതുപോലെ തന്നെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് കയ്പുണ്ടാവും, സാരമില്ല, സഹിക്കുക, കഴിക്കുക. നമ്മുടെ കോഴിക്കൂട് കേട്ടോ. കോഴിനെ തുറന്നു വിടുന്ന അച്ഛനാണ്. അച്ഛൻ്റെ ഡെയിലി റുട്ടീനാണ്. ഒരു ചാത്തല്ല, ഒരു പെട്ട, ഒരു ചാത്തൻ, ഒരു 2 ചാത്തൻ പട്ടിയും 4 എണ്ണമായിരുന്നു. അപ്പുറത്തെ ഒരു കുഞ്ഞു വന്നു. യാസ്, അവിടേക്ക് ഓടുന്നു. ഇനിയിപ്പോൾ അരിയിട്ട് കൊടുക്കണ്ട. ഇവിടെ അവിടെയും പോവില്ല. അരിയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിൽക്കും. എന്താ രണ്ടാം നിലയിൽ താമസിക്കുന്ന കോഴി കേട്ടോ. ഇത് ഇരട്ടകളാട്ടോ, ഇരട്ട.
ഇരട്ടക്കോഴികൾ ഉണ്ടോ? കൊത്താൻ വേണ്ടി വരുന്നത് ഈ സാധനം, ഈ ചോപ്പ് ചവല. ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ കോപ്പി എഴുതുകയാണ്, ഇംഗ്ലീഷ് കോപ്പിയാണ്. നോക്കാം. യെല്ലോ ഷെൽട്ടർ, അല്ല അംബ്രല്ല യെല്ലോ, പക്ഷേ അംബ്രല്ല ഷെൽട്ടർ യെല്ലോ അല്ലേ? അവളുടെ ജാമട്രി ബോക്സ് ആണ് സ്പൈഡർമാൻ. എവിടെയുണ്ട് വേറെ? അവഞ്ചേഴ്സ്. ഇത് അമ്പാടിൻ്റെയാണ്, എഴുതി കേട്ടോ. അമ്പാടി ചായ കുടിക്കുന്നില്ല. അമ്പാടിക്ക് ചായ ഉറക്കം ശരിയായിട്ടില്ല. അതുകൊണ്ട് അമ്പാടി എൻ്റെ മേലെ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് എന്താ കാണിക്കണം അമ്പാടി? എന്താണ് അമ്പാടി കുട്ട? അമ്പാടിയാണ് ഹീറോ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഹീറോ. ഹു ഇസ് ദ ഹീറോ ഇൻ മൈ യൂട്യൂബ് ചാനൽ? ദാറ്റ് ഈസ് ഓൺലി വൺ അമ്പാടി. ഐ ആം ബാക്ക്. അമ്പാടിൻ്റെ ഉറക്കക്ഷീണമൊക്കെ മാറി. പക്ഷെ അവനുണ്ടല്ലോ ഡെയിലി ചായയും ചായൻ്റെ കൂടെ ബിസ്ക്കറ്റും പിന്നെ ദൈവം ഒരു മുറുക്കും കൂടി കഴിക്കും. കഴിക്കുന്നത് കണ്ടത് എങ്ങനെയാണെന്നറിയോ? പല്ല് തേക്കിയതേ കഴിക്കുള്ളൂ. പല്ല് തേച്ചിട്ടുണ്ടോ അമ്പാടി? നോണയാ നോണയാ നോണയാ. ആ ശരി ശരി, തേച്ചു. അവൻ തേച്ചു വിട്ടാ. തേച്ചു എന്നാണ് പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ല. അവൻ ഇങ്ങനെതാ ചായയും കൂട്ടി ആസ്വദിച്ച് കഴിക്കും. അവന് ഭയങ്കര ഇഷ്ടം. ടി വിയും കാണാൻ വേണ്ടി കാട്ടും. ഇല്ലടാ അമ്പാടി? ഐ ആം ബാഡ്. കണ്ടത്തിനടുത്ത് വെക്കക്കൂനാണ്. വക്കിക്കൂനൊന്നുമല്ല, ശരിക്കും ഒറിജിനൽ കൂനല്ല. വക്കിക്കൂന് ചെറുതല്ലേ? ഇതാ നമുക്ക് കൂന് കിട്ടിയിട്ടുണ്ട് കേട്ടാ. അമ്മേ കൂനല്ല, ഒറിജിനൽ കൂണ് പിന്നെ ഇതിൽ പൊങ്ങാണ്, വരമ്പിൽ പൊങ്ങാണ്. ഇത് വെക്കല് അളിയുമ്പോ നീ വെക്കലിട്ടിട്ടുണ്ടാക്കി തരണം പറഞ്ഞു. അപ്പൊ വെക്കല് അളിഞ്ഞാൽ നിറയെ പൊന്തും. പക്ഷെ നിറയെ പൊന്തിട്ട് ഒരെണ്ണോ കിട്ടിയുള്ളൂ. അതിന് ഞാൻ കൊണ്ടുപോകണ്ടാണ്. കറി വെക്കാൻ പറ്റില്ലേ? എന്തൊക്കെ ചെയ്യാൻ പോണത്? പിന്നെ കുരുമുളക് വരച്ചത്, മുരിങ്ങയില, മുരിങ്ങയിലയുടെ ചെറിയുള്ളി അത് നമുക്ക് ആദ്യം ചെയ്യാം. അത് പിന്നെ ചെയ്യുമ്പോ ഇതാക്കാം. അപ്പൊ ഇതാണ് കേട്ടോ പൂന്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. ചവിട്ടിയാ? ഞാൻ അറിയാണ്ട് ചവിട്ടിയാ. സോറി ഇടാ അമ്പാടി, സോറി ഇടാ. എന്നാ കൂര് കൂട്ടി. അവൻ അറിയാണ്ട് ഞാൻ ചവിട്ടിയതുകൊണ്ടേ അവൻ എന്നതാ മിണ്ടില്ല വേണ്ടതാ. പൂതം കാറ്റത്ത് കിടക്കുന്നു. എന്തുവാടാ അമ്പാടി? സോറി ഇടാ. ഡേ സോറി ഇടാ. പൂന് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നു. എന്തിനാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്? കേടുവരാതിരിക്കാൻ. വെച്ചോ വെച്ചോ വെച്ചോ. നമ്മുടെ ഫ്രിഡ്ജിനകത്ത് മീൻ നന്നാക്കണം. അമ്മ നന്നാക്കാൻ വരും. ക്ലാസ് ദ ഫ്രിഡ്ജ്. അച്ഛൻ ഇങ്ങനെ ചോറിനുമ്പോ എപ്പോഴും അമ്പാടിക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ട്. കഞ്ഞിവെള്ളം കുടിക്കണം, മാമുണ്ണണം. ഒരു വായി മാമുണ്ണടി വന്നേ നിക്കടി വന്നേ. പെണ്ണേ വാരി പെണ്ണേ. പെണ്ണല്ല, ആണാണ്. അമ്മ പാടത്ത് പോയിട്ട് വന്നത് അമ്മക്ക് ക്ഷീണമായിട്ട്. അതാണ് അമ്മ. ശരി, മീനൊക്കെ വയ്ക്കും. നന്നാക്കണ്ടേ? തോന്നുന്നില്ല ചെയ്യുന്നത്. ഇതാണ് ഇന്ന് കപ്പയ്ക്ക ഉപ്പേരിയും അമ്മന്റെ കഞ്ഞിയും. രാവിലത്തെ പോഷക സമൃദ്ധമായ ഭക്ഷണം. ചോറും വെള്ളം വേണോ? കഞ്ഞി വെള്ളം പറ. കപ്പയ്ക്ക വേണ്ടത് നമ്മുടെ മീന് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടൊന്ന് തിരുമ്മി വെക്കുകയാണ്. ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും എല്ലാം ഈ മീനിൽ നല്ലപോലെ പിടിക്കും. അപ്പം അങ്ങനെ അതിനുശേഷം വറുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കാണുന്നത് നമ്മൾ ചാറ് വയ്ക്കും കേട്ടോ. ഇത് ചാറ് വയ്ക്കാൻ, ഇത് വറുക്കാൻ. നമ്മൾ ഈ മീൻ ചാറ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇത് പുളിവെള്ളമാണ്. പുളിവെള്ളമല്ലേ? നന്ദി. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി എല്ലാം. വലിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും. തക്കാളി എല്ലാവരും മിക്സ് ചെയ്യണം കേട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാളംപുളി കേട്ടോ. വാളംപുളി ഇതാണ് നമ്മുടെ പുളിങ്കുരു കാണുന്നത്. കുരുവൊക്കെ കാണുന്നുണ്ട്. പുളിങ്കുരു മരത്തിൽ നിന്ന് പറിച്ച് ഉണക്കി എടുത്ത വാളംപുളി. തേങ്ങ ആഡ് ചെയ്തു, തേങ്ങ അരച്ചത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. കല്ലുപ്പ് കേട്ടോ. കാണിച്ച് കല്ലുപ്പാട്ടോ. തിളച്ചോ. ഇനിയാണ് നമ്മളിതിലേക്ക്
മെയിനായിട്ടുള്ള ഐറ്റംസ് ആഡ് ചെയ്യാൻ പോകുന്നത്. തേങ്ങ കുറഞ്ഞിട്ട് എന്ത് സുനാമിയോ നോക്കി, തിളയ്ക്കാൻ തിള നോക്കി, അമ്മ പുളിപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളതിലേക്ക് മീൻ ആഡ് ചെയ്യണം, നമ്മുടെ പരൽ മീൻ. അപ്പോൾ നമ്മുടെ മീൻ ഇറക്കാൻ പോകുന്നത് നല്ലപോലെ തിളച്ച് വന്നു കേട്ടോ. പരൽ മീൻ തിളയ്ക്കുന്ന തിള കണ്ടോ. നമ്മുടെ അടുത്ത ഐറ്റം ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇതിങ്ങനെ കാണുന്ന പോലെ അല്ല കേട്ടോ മച്ചാന്മാർ, ഇതൊക്കെ കഴിച്ചാലുണ്ടല്ലോ കിട്ടി ടേസ്റ്റാണ്. അങ്ങനെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏട്ടനാണ് കേട്ടോ, ഏട്ടനും ചേച്ചിയും കൂടി ഇതിൻ്റെ പരിപാടി, അമ്മയല്ല എന്ന്. ഇവിടെ 2 കാടൻ പൂച്ചകൾ കാവല നിൽക്കുന്നുണ്ട് ഇതാ. ഇവിടെ മീൻ വറുക്കുന്നതിൻ്റെ മണം കേട്ടിട്ടേ ഇവിടെ കാവല് നിൽക്കുക. 2 ഇപ്പോൾ ഉള്ളൂ കേട്ടോ, ബാക്കി 2 കൂടി ഉണ്ട്. കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കൂണ് കേട്ടോ, അത് സമയം തെറ്റി, അപ്പോൾ അത് കേടുവന്നു, കളയാൻ പോകണം. എന്തായാലും കറി വയ്ക്കുന്നില്ല. നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. കേടുവന്നു, കളി ഇനി എന്തായാലും വേണ്ട, നമുക്ക് വേറെ കിട്ടും. കളഞ്ഞു കേട്ടോ. രാവിലെ അമ്മ വെള്ളച്ചോറിട്ട് പോയതാട്ടത്. അപ്പോൾ അമ്മ മീൻ കൂട്ടിയിട്ട് നമ്മുടെ മീനായത് മീനും ചോറും കൂട്ടി അടിക്കുകയാണ്. ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ നമ്മുടെ മീൻ ചാറ് കേട്ടോ, മീൻ പുളിയും മീൻ വറുത്തത് ഇതിലിട്ടിട്ടുണ്ട്. ഇതാ ഇതും കൂടി പൂശിയാണ്. അമ്മ ഇവിടെ ഉണ്ട്. അമ്മ ഇങ്ങനെ കാണിക്കും, തല കാണിക്കും. അമ്മനെ കാണുന്നില്ല, അമ്മനെ കാണുന്നില്ല. അമ്മയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേസ്റ്റ് നോക്കട്ടാ. അമ്മ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ടേസ്റ്റ് ഉണ്ട്, കാരണം ഈ മീൻ അങ്ങനെയാണ്, നല്ല ടേസ്റ്റാണ്. എങ്ങനെ വെച്ചാലും നല്ല അതിൽ വെള്ളം വരും. നീ ചോറ് വാരി വിടുമ്പോ എടുത്തിട്ടേ പോലെ തോന്നുന്നു. അമ്മ പറയണ അമ്മ ചോറിനുമ്പോൾ അടുത്ത പോലെ തന്നെയാണ്. നമ്മളിത് കഴിക്കുമ്പോൾ ഇതിൽ കാണുമ്പോൾ അടുത്ത കൈ കൊണ്ട് കഴിക്കുന്ന പോലെ ഉണ്ട്. അത് ക്യാമറയിൽ എപ്പോഴും അങ്ങനെ വരുള്ളൂ. ഇത് രക്ഷയില്ലാട്ടാ ഈ വറുത്ത സാധനം, ഒരു രക്ഷയില്ല. മീൻ ചാറൊന്ന് മോന്തി നോക്കട്ടെ. അമ്മ മോന്തി ചെയ്ത് നമ്മുടെ നാടൻ വാളംപുളിൻ്റെ പുളി കലക്കി ഒഴിച്ചതാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇങ്ങനെയുള്ള പരിപാടികളാണ് നമ്മുടെ ഡെയിലി റിപ്പീറ്റ്. രാവിലെ ആണെങ്കിൽ വേറെ പരിപാടിയൊന്നുമില്ല, ഇത് തന്നെ പരിപാടി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക. അടുത്ത നല്ലൊരു കിടിലൻ ഫാമിലി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ, വീണ്ടും സന്ധിക്കുന്നത് വരെ വണക്കം.